ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അല്പസമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ശ്രദ്ധിച്ചു. അപ്പോൾ ആ വീഡിയോയിൽ പൗരസ്ത്യ സഭ എന്തുകൊണ്ടാണ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വൈദികൻ, ഒരു പട്ടക്കാരൻ ഒരു ക്ലാസ് എടുക്കുന്ന വീഡിയോയാണത്. അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രയോജനവും എന്താണെന്നൊക്കെ അദ്ദേഹം വളരെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പൗരസ്ത്യ സഭക്കാർ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കണേന് നമുക്കെന്താണ് കുഴപ്പം എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അവരെങ്ങനെ വേണമെങ്കിലും നിന്ന് പ്രാർത്ഥിച്ചോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ആ പട്ടക്കാരൻ പറഞ്ഞ ഒരു കാര്യം അത് അല്പം ചിന്തനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ആ പട്ടക്കാരൻ പറഞ്ഞത് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ആ പട്ടക്കാരൻ പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അദ്ദേഹത്തിൻ്റെ വീഡിയോ 19 മിനിറ്റ് ഉണ്ട്. പക്ഷെ ഞാനതിൽ ഏതാനും ചില ഭാഗങ്ങൾ മാത്രമേ ക്രോഡീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് തുടർന്ന് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം. പ്രധാനപ്പെട്ട ആരാധന സവിശേഷ രീതിയാണ് കിഴക്കോട്ട് അഭിമുഖമായി നിന്ന് ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളത്. പലപ്പോഴും പലർക്കും സംശയം ഉളവാക്കുന്ന ഒരു കാര്യവുമാണിത്. കാരണം ദൈവം സർവ്വവ്യാപിയാണ്, അവൻ എല്ലായിടത്തുമുണ്ട്. അതുകൊണ്ട് ഏത് ദിശയിലോട്ട് നോക്കി നിന്ന് ആരാധിക്കുന്നതിനും തകരാറൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ആ രീതിയിൽ തന്നെ ആരാധന നടത്തുന്നവരുമുണ്ട്. ദൈവം സർവ്വവ്യാപിയാണ്, അതിന് സംശയമൊന്നുമില്ല. എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. കുർബാനക്രമം, അതിനൊരു ക്രമമുണ്ട്, അതിനൊരു രീതിയുണ്ട്. ആ ക്രമം 2 രീതിയിലാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. ഒന്നാമത് ഇത് വേദപുസ്തക അടിസ്ഥാനമാണ്. 2 സഭയിലെ പാരമ്പര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. എന്തുകൊണ്ടാണ് പൗരസ്ത്യ സഭയിലെ പിതാക്കന്മാർ കിഴക്കോട്ട് അഭിമുഖമായി നിന്നുകൊണ്ട് ആരാധിക്കണമെന്ന് പറയുന്നത്? പടിഞ്ഞാറോട്ട് അഭിമുഖമായാണ്. പടിഞ്ഞാറോട്ട് അഭിമുഖമായി ക്രൂശിച്ച കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധ മാതാവും യോഹന്നാൻ ശ്ലീഹായും പിന്നീട് കർത്താവിനെ സംസ്കരിക്കുവാൻ വേണ്ടി വന്ന യൗസേപ്പും നിക്കോദിമോസിയും ഒക്കെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശിന്മേൽ അവർ ദൃഷ്ടി പതിപ്പിച്ചപ്പോൾ അത് കിഴക്കോട്ടാണ് അവർ ദൃഷ്ടി ഉയർത്തിയത്. പടിഞ്ഞാറോട്ട് അഭിമുഖമായി കിടക്കുന്ന തങ്ങളുടെ ദൈവവും നാഥനുമായവൻ്റെ ക്രൂശിലേക്ക് അവർ നോക്കിയത് കിഴക്കോട്ടാണ്. നമ്മുടെ പഠനങ്ങളും പ്രബോധനങ്ങളും അപ്പോസ്തോലിക പിതാക്കന്മാരുമായുള്ള ബന്ധത്തിൽ വേണം എന്ന് സഭ പഠിപ്പിക്കുന്നത്. കാരണം അവർ കർത്താവിൽ നിന്നോ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ നിന്നോ നേരിട്ട് പഠിച്ചതും കണ്ടതും അനുഷ്ഠിച്ചിരുന്നതുമായ കാര്യങ്ങളാണ് സഭ പിന്തുടരുന്നത്. സഭ എപ്പോഴും പാരമ്പര്യം എന്ന് പറയുന്നത് കർത്താവിൽ വിശ്വസിച്ചിരുന്നവർ ചെയ്തു പോന്നിരുന്ന പാരമ്പര്യങ്ങളെയാണ്, അല്ല യഹൂദ പാരമ്പര്യങ്ങളെയല്ല. പത്രോസ്ലിയ പഠിപ്പിക്കുന്നുണ്ട്, വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് അഴിഞ്ഞു പോകുന്ന സ്വർണം, വെള്ളി എന്നിവയെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടത്രേ. ആ ഒരു വാക്യമെടുത്ത് പാരമ്പര്യമെല്ലാം തകരാറാണ് എന്ന് പറയുന്നത് എത്ര മൗഢ്യമാണ്. പരിശുദ്ധ സഭ പിന്തുടരുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യവും എന്ന് പറയുന്ന യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിൻ്റെ പാരമ്പര്യമല്ല. ആ ന്യായപ്രമാണത്തിൻ്റെ പാരമ്പര്യത്തെയാണ് പത്രോസ്ലിഹ എതിർക്കുന്നത്. അതേസമയം ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന അപ്പോസ്തോലിക പിതാക്കന്മാർ പഠിപ്പിച്ചു തന്നിരിക്കുന്ന പാരമ്പര്യങ്ങളുടെ ശൃംഖല നമ്മൾ ഏറ്റുപിടിക്കേണ്ടതാണ്. ഞങ്ങൾ പഠിപ്പിക്കുന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലിഹ പഠിപ്പിക്കുന്നുണ്ട്. അതനുസരിക്കുമ്പോൾ ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ ഈ പട്ടക്കാരൻ പറയുന്ന കാര്യം, അദ്ദേഹം ഒരു പട്ടക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന
അനേക ക്രിസ്തീയ മതവിശ്വാസികളുണ്ട്. അദ്ദേഹം ഒരു പട്ടക്കാരനായതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായിരിക്കും എന്നുള്ള ഒരു തെറ്റായ ധാരണ അവർക്കുണ്ട്. അതുകൊണ്ട് അവർ അത് ശരിയാണെന്ന് ധരിച്ചുകൊണ്ട് അതവർ ആവർത്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ പട്ടക്കാരൻ പറയുന്ന കാര്യങ്ങൾ വേദപുസ്തക അധിഷ്ഠിതമല്ല എന്ന് ജനത്തെ അറിയിക്കണം എന്ന് എനിക്കൊരാഗ്രഹം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പൗരസ്ത്യ സഭകൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുരോഹിതൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം സർവ്വവ്യാപിയാണ്, എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റ് 2-3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കേൾക്കാം. അപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ അതിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങൾ ഞാനിങ്ങനെ ഓർമ്മിപ്പിക്കാം. ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതാണ് അയാൾ പറഞ്ഞ ഒരു കാര്യം. അത് ശുദ്ധ നുണയാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അപ്പോസ്തോലിക പാരമ്പര്യപ്രകാരമാണ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്നാണ്. അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നതിനൊരു ക്രമമുണ്ട്. ആ ക്രമം 2 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ആ 2 കാര്യങ്ങളിൽ ഒന്ന് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതും രണ്ടാമത്തേത് അപ്പോസ്തലന്മാരായ പിതാക്കന്മാരുടെ മാതൃക അനുകരിച്ചുകൊണ്ടുമാണ് എന്നാണ് ഈ പട്ടക്കാരൻ പറയുന്നത്. അപ്പോൾ ഈ പട്ടക്കാരൻ പറയുന്ന ആ കാര്യം ശുദ്ധ കള്ളമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം കിഴക്കോട്ട് തിരിയാനുള്ള കാരണം വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഈ വേദപുസ്തകത്തിൽ അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. കിഴക്കോട്ട് തിരിയാനുള്ള ഒരു കാരണം അദ്ദേഹം കണ്ടെത്തിയത്, കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുഖം പടിഞ്ഞാട്ടായിരുന്നു. യേശുക്രിസ്തുവിനെ ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ മുഖം പടിഞ്ഞാറ് ഭാഗത്തേക്കായിരുന്നു. പടിഞ്ഞാട്ട് അഭിമുഖമായിട്ടാണ് യേശുവിനെ ക്രൂശിച്ചത്. അപ്പോൾ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന എല്ലാവരും യേശുവിനെ നോക്കിയപ്പോൾ അവരുടെ ദൃഷ്ടി കിഴക്കോട്ടായിരുന്നു. അപ്പോൾ ഇവര് പൗരസ്ത്യ സഭകളിലുള്ളവർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാനുള്ള കാരണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ബൈബിളിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയത് ഇതാണ്. യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം പടിഞ്ഞാട്ടായിരുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ നിന്നവരെല്ലാം യേശുവിനെ നോക്കിയപ്പോൾ കിഴക്കോട്ടാണ് അവരുടെ ദൃഷ്ടി വന്നത്. അതുകൊണ്ടാണ് അവർ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതാണ് കിഴക്കോട്ട് നോക്കുന്നതിൻ്റെ ക്രമീകരണത്തിൻ്റെ അടിസ്ഥാനം വേദപുസ്തകമാണ് എന്ന് ഇദ്ദേഹം പറയാനുള്ള കാരണം. അവിടെ പറയുന്ന അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് 2 കാര്യങ്ങൾ അതിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും. ഒന്ന്, ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവര് കിഴക്കോട്ട് നോക്കി യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുകയായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ രൂപം കണ്ട് അവർ ഒരുപക്ഷെ ചങ്ക് തകർന്ന് അല്ലെങ്കിൽ ഹൃദയം പൊട്ടി അവർ വളരെ സങ്കടത്തോടു കൂടി കരയുകയോ അല്ലെങ്കിൽ വിഷാദഭാവത്തോടു കൂടി ദുഃഖഭാവത്തോടു കൂടി യേശുവിനെ ശ്രദ്ധിക്കുകയോ ആയിരിക്കും ചെയ്തത്. ഈ പട്ടക്കാരൻ പറയുന്നത് അവരവിടെ നിന്ന് കിഴക്കോട്ട് നോക്കി ആരാധിക്കുകയായിരുന്നു എന്നും ആ ആരാധനയ്ക്കൊപ്പം തന്നെ സ്വർഗത്തിലെ ദൂതസൈന്യം ഇവരോട് ചേർന്ന് ആരാധിച്ചു എന്നൊക്കെയാണ് ആ പട്ടക്കാരൻ്റെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, കുരിശിൻ്റെ ചുവട്ടിൽ നിന്നവരാരും യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, യേശു പടിഞ്ഞാട്ട് മുഖം തിരിച്ചാണ് കിടന്നതെന്ന് അദ്ദേഹം പറയുന്നു. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല.
ഇനി അദ്ദേഹത്തിൻ്റെ വാദം ശരിയാണെന്ന് വെച്ചുകൊണ്ട് യേശുവിൻ്റെ മുഖം പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണ് ഇരുന്നത് എന്നുള്ള കാര്യം അംഗീകരിച്ചാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. യേശുക്രിസ്തു ക്രൂശിൽ കിടന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുഖം പടിഞ്ഞാറോട്ട് അഭിമുഖമായിട്ടാണ് യേശുക്രിസ്തു കിടന്നത്. അപ്പോൾ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുക്രിസ്തു ഇപ്രകാരം പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ഒരു പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് യേശുക്രിസ്തു പ്രാർത്ഥിച്ചത്. രണ്ടാമത്തെ പ്രാർത്ഥന, പിതാവേ, ഞാൻ എൻ്റെ പ്രാണനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുഖദർശനം പടിഞ്ഞാട്ടായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണ് പ്രാർത്ഥിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നവർ കിഴക്കോട്ട് തിരിഞ്ഞാണ് നോക്കിയതെങ്കിലും പക്ഷെ അവർ പ്രാർത്ഥിച്ചില്ല. അപ്പോൾ യേശുക്രിസ്തു പ്രാർത്ഥിച്ച മാതൃക, യേശുക്രിസ്തു പടിഞ്ഞാട്ട് തിരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു പിതാവേന്ന് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പിതാവിനോട് എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പറയുകയാണ് യേശുക്രിസ്തു. ഇവർ ഈ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നവരാരും അരിമത്തിയിലെ യോസഫോ അല്ലെങ്കിൽ നിക്കോദിമോസോ അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ പരിശുദ്ധ മറിയമോ അല്ലെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലനോ ഇവരാരും കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നില്ല. മറിച്ച് അവരെ യേശുവിൻ്റെ ക്രൂശിത രൂപം കണ്ട് വളരെ ദുഃഖത്തോടു കൂടി യേശുവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. അന്നേരം അവര് അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ക്രമീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ കിഴക്കോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ന്യായമാക്കി എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പട്ടക്കാരൻ കണ്ടെത്തിയ ഒരു കാര്യമാണിത്. എന്ത് ബാലിശമായ കാര്യമാണ് ആ പട്ടക്കാരൻ കണ്ടെത്തിയതെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പൊ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പൗരസ്ത്യ സഭ പ്രാർത്ഥിക്കുന്നതിൻ്റെ അടിസ്ഥാനം വേദപുസ്തകമാണെന്ന് പറഞ്ഞിട്ട് ആ പട്ടക്കാരൻ വേദപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു കാര്യമാണ് യേശുവിൻ്റെ ക്രൂശിൽ കിടന്നപ്പോഴുള്ള മുഖം പടിഞ്ഞാട്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നവരുടെ മുഖം കിഴക്കോട്ടായിരുന്നു. അതുകൊണ്ട് കിഴക്കോട്ട് നോക്കിയാണ് അവർ പ്രാർത്ഥിച്ചത്, അതായത് യേശുവിൻ്റെ മുഖം അന്വേഷിച്ചത്. യേശു ദൈവമാണ്. അപ്പോൾ ദൈവം ക്രൂശിൽ കിടക്കുന്നത് കൊണ്ട് കിഴക്കോട്ട് നോക്കി ആണ് യേശുവിനോട് അവർ പ്രാർത്ഥിച്ചതെന്നാണ് ഈ പട്ടക്കാരൻ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് വേദപുസ്തകത്തിലില്ല. അവർ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്, പക്ഷെ അവർ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുകയായിരുന്നില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതാണ് അദ്ദേഹം കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നതിന് കണ്ടെത്തിയ ഒരു കാരണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ ഈ ക്രമീകരണം വേദപുസ്തകത്തിൽ അധിഷ്ഠിതമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, ഇത് അപ്പോസ്തലന്മാരായ പിതാക്കന്മാരുടെ മാതൃകയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ അപ്പോസ്തലന്മാരായ പിതാക്കന്മാരുടെ മാതൃകയാണെന്ന് പറയാൻ ഏത് അപ്പോസ്തലനാണ് കിഴക്കോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ അപ്പോസ്തലന്മാരിൽ ആരെങ്കിലും കിഴക്കോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിച്ചതായിട്ട് ഒരു സൂചന പോലും വേദപുസ്തകത്തിലില്ല. എന്നിട്ടും ആ പട്ടക്കാരൻ പറയുന്നത് ഇത് അപ്പോസ്തലന്മാരുടെ മാതൃക അനുസരിച്ചാണ് കിഴക്കോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കിഴക്കോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ക്രമീകരണം വരുത്തുവാനായിട്ട് പൗരസ്ത്യ സഭ കണ്ടുപിടിച്ചിരിക്കുന്നതായ രണ്ട് മാർഗങ്ങൾ, ഒന്ന് വേദപുസ്തകവും അധിഷ്ഠിതവും മറ്റൊന്ന് അപ്പോസ്തോലിക പിതാക്കന്മാരുടെ മാതൃകയുമാണെന്ന് ആണ് അവർ പറയണത്. പക്ഷെ ഇത് രണ്ടും ശരിയല്ല, അത് നുണയാണെന്നുള്ള കാര്യം നമുക്ക് വേദപുസ്തകം അല്പമെങ്കിലും വായിച്ച് പരിജ്ഞാനമുള്ളവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ പട്ടക്കാരൻ പറയുന്ന കാര്യങ്ങൾ അന്ധമായിട്ട് വിശ്വസിച്ച് അന്ധമായിട്ട് അനുകരിക്കുന്ന ഒരുപാട് പേര് പൗരസ്ത്യ സഭകളിൽ ഉണ്ടെന്നുള്ളത് ഒരു വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കിഴക്കോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തെ ഓർത്ത് നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കരുത്. കാരണം യേശുക്രിസ്തു പടിഞ്ഞാട്ട് കിടന്നാണ് പ്രാർത്ഥിച്ചത്, പടിഞ്ഞാട്ട് മുഖം വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രാർത്ഥനയാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു പിതാവേ എന്ന് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ യോഹന്നാൻ 17:1 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശു സ്വർഗത്തിലേക്ക് നോക്കി പിതാവേ എന്ന് വിളിച്ചു.
യേശു കിഴക്കോട്ട് നോക്കി എന്നല്ല എഴുതിയിരിക്കുന്നത്, യേശു സ്വർഗത്തിലേക്ക് നോക്കി എന്നാണ്. അപ്പൊ സ്വർഗം ഏത് ദിശയിലാണെന്ന് യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് യോഹന്നാൻ 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തു പല സന്ദർഭങ്ങളിൽ രാത്രിയാമങ്ങളിലും പുലർകാലത്തിലും പകലും ഒക്കെ യേശുക്രിസ്തു പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ആ യേശുക്രിസ്തു ഏകാന്ത സ്ഥലത്ത് പോയിരുന്ന് രാത്രിയാമങ്ങളിലെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് തിരിഞ്ഞിരുന്നായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യേശുക്രിസ്തു കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാണ് പ്രാർത്ഥിച്ചതെന്ന് വേദോസ്തത്തിൽ രേഖപ്പെടുത്തുമായിരുന്നു. യേശുക്രിസ്തുവിന്റെ അടുക്കൽ ശിഷ്യന്മാർ ചെന്നിട്ട് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു ആദ്യം അവരോട് പറഞ്ഞത്, നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ എന്നല്ല പറഞ്ഞത്. മറിച്ച് യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്, ജാതികൾ പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്, മറിച്ച് നിങ്ങൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കണം. അപ്പോൾ കിഴക്കോട്ട് തിരിയണമെന്നോ വടക്കോട്ട് തിരിയണമെന്നോ തെക്കോട്ട് തിരിയണമെന്നോ ഒന്നും യേശു പറഞ്ഞില്ല. മറിച്ച് യേശുക്രിസ്തു പറഞ്ഞു, അറയിൽ കിടന്ന് വാതിലടച്ച് സ്വർഗത്തിലിരിക്കുന്ന പിതാവിനോട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഈ പട്ടക്കാരൻ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു മഹത്വമോ അല്ലെങ്കിൽ ഒരു പ്രത്യേകതയോ അതിനുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യേശുക്രിസ്തു പറഞ്ഞതിന് നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കണം, അതിനുശേഷം നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കണം എന്ന് പറയുമായിരുന്നു. പക്ഷെ യേശുക്രിസ്തു പ്രാർത്ഥിച്ചപ്പോഴോ അല്ലെങ്കിൽ യേശുക്രിസ്തു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴോ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കണം എന്ന് പറഞ്ഞില്ല. ഈ ഞാനിപ്പോൾ ഇട്ട ഈ വീഡിയോ ക്ലിപ്പിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അപ്പോസ്തലന്മാര് ലേഖനങ്ങളിൽ സഭയ്ക്ക് എഴുതി തന്ന പ്രമാണം അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കുക. അപ്പൊ അദ്ദേഹം പറയുന്നത്, അപ്പോസ്തലന്മാർ നമുക്ക് എഴുതി തന്ന പ്രമാണം അനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കാൻ എന്നാണ് ഈ പട്ടക്കാരൻ പറയുന്നത്. അപ്പോഴും ആ പട്ടക്കാരൻ പറയുന്നത് കടകവിരുദ്ധമായൊരു കാര്യമാണ്. കാരണം അപ്പോസ്തലന്മാരെ എഴുതി തന്ന 10-17 ലേഖനങ്ങൾ നമ്മുടെ വേദപുസ്തകത്തിലുണ്ട്. ആ ലേഖനങ്ങളിൽ ഒന്നും പ്രാർത്ഥിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണമെന്ന് പറയുകയോ അങ്ങനെ ഒരു കൽപ്പന നൽകുകയോ അപ്പോസ്തലന്മാരാരും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിനോട് പറയുന്ന കാര്യമുണ്ട്, സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ മൂടുപടം ഇടണമെന്നും പുരുഷന്മാർ പ്രാർത്ഥിക്കുമ്പോൾ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്നും പറയുന്നുണ്ട്, മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കണമെന്നും പറയുന്നുണ്ട്. എന്നാൽ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണമെന്ന് അപ്പോസ്തലൻ കൽപ്പന പറഞ്ഞിട്ടില്ല, നിർദ്ദേശം പറഞ്ഞിട്ടില്ല, പ്രബോധനം പറഞ്ഞിട്ടില്ല. ഈ പട്ടക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അപ്പോസ്തോലിക പിതാക്കന്മാരുടെ ഉപദേശത്തെ അതേപടി ആവർത്തിക്കുകയാണ് ഇവർ ചെയ്യുന്നതെന്നാണ് ആ പട്ടക്കാരൻ പറഞ്ഞത്. അപ്പോൾ വാസ്തവത്തിൽ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണമേ, ഏതെങ്കിലും അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞതോ ചെയ്തതോ ആയിട്ട് ലേഖനങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ? ആ പട്ടക്കാരൻ തന്നെ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങൾക്ക് എഴുതി തന്ന ഈ പ്രമാണത്തിന് വിരുദ്ധമായി ചെയ്യാതെ ആ പ്രമാണം അനുസരിച്ച് വേണം നിങ്ങൾ ജീവിക്കാൻ എന്ന് പൗലോസ് പറഞ്ഞു എന്നാണ് ഈ പട്ടക്കാരൻ പറഞ്ഞത്. എന്നിട്ട് ആ പട്ടക്കാരൻ തന്നെ എന്ത് ചെയ്തു? ഈ വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു ക്രമം കണ്ടുപിടിച്ചു. അപ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രമാണമാണ് അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ മാതൃകയാണ് ഞങ്ങൾ പിൻപറ്റുന്നത്, അപ്പോസ്തലന്മാരുടെ പാരമ്പര്യമാണ് ഞങ്ങൾ പിൻപറ്റുന്നത് എന്ന് അവകാശപ്പെട്ട ഈ പട്ടക്കാരൻ അപ്പോസ്തലന്മാർ ആരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്തിട്ട് പറഞ്ഞു, ഇത് അപ്പോസ്തലന്മാരുടെ മാതൃകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതെന്തൊരു വിരോധാഭാസമാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. മറ്റൊരു കാര്യം ഈ പട്ടക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്, ഈ പത്രോസ് അപ്പോസ്തലൻ ഒരു വചനം പറഞ്ഞു. എന്താണെന്നറിയോ? നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അപ്പം വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നമ്മുടെ നടപ്പിൽ നിന്ന്
നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ആകുന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. എന്നിട്ട് ഈ പട്ടക്കാരൻ പറഞ്ഞതെന്നറിയോ, ഈ വാക്യം ചിലരെല്ലാം തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് പാരമ്പര്യങ്ങളൊന്നും ശരിയല്ല എന്ന് അനേകർ പറയുന്നുണ്ടെന്നാണ് ഈ പട്ടക്കാരൻ പറയുന്നത്. അപ്പോൾ ഈ പട്ടക്കാരൻ പറയുന്നത് പത്രോസ് അപ്പോസ്തലൻ ന്യായപ്രമാണത്തിൻ്റെ പാരമ്പര്യങ്ങളെയാണ് എതിർത്തോളൂ, അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പാരമ്പര്യം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അതല്ല ഞങ്ങൾ പിന്തുടരുന്നത്, മറിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച, യേശുക്രിസ്തുവിനെ അനുകരിച്ച, യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരായിരുന്നവർ യേശുക്രിസ്തുവിൽ നിന്ന് പഠിപ്പിച്ച് അനുഷ്ഠിച്ച പാരമ്പര്യങ്ങളെയാണ് ഞങ്ങൾ അനുവർത്തിക്കുന്നത് എന്നാണ് ഈ പട്ടക്കാരൻ പറഞ്ഞത്. അതും ഒരു ചുത്ത പൊട്ടത്തരമാണ്, അല്ലെങ്കിൽ ഒരു ശുദ്ധ കള്ളമാണ്. കാരണം ഞാനിങ്ങനെ പറയാം, യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിൻ്റെ പാരമ്പര്യങ്ങളെ ഞങ്ങൾ അനുസരിക്കുന്നില്ല എന്നാണ് ഈ പട്ടക്കാരൻ പറയുന്നത്. അത് തന്നെ ശരിയല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പട്ടക്കാരനാണ്. അദ്ദേഹത്തെ അച്ഛനെന്നോ പുരോഹിതനെന്നോ വൈദികനെന്നോ പട്ടക്കാരനെന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ അദ്ദേഹം ഒരു തൊപ്പിയൊക്കെ വെച്ച് ഒരു പ്രത്യേക ഡ്രസ്സൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ പുരോഹിത വസ്ത്രമാണെന്ന് അവർ പറയുന്നു. അപ്പോൾ ഈ പുരോഹിത വസ്ത്രം ധരിച്ച് ഒരു തൊപ്പി വെച്ച് ഒരു പ്രത്യേക വേഷധാരിയായി നിൽക്കുന്ന മനുഷ്യൻ പുരോഹിതനാണ്. അപ്പോൾ പുരോഹിതൻ പറയുകയാണ്, ഞങ്ങൾ യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ചുള്ള പാരമ്പര്യം അനുസരിച്ചല്ല ഞങ്ങൾ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം നിൽക്കുന്നതോ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ചുള്ള പ്രമാണത്തിലാണ് താൻ. അതെന്താണെന്ന് ഞാൻ വ്യക്തമാക്കാം. ഈ പുരോഹിതൻ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട സഭയിൽ ശുശ്രൂഷകനായിട്ട് പുരോഹിതന്മാരില്ല എന്നുള്ളതാണ്. പിന്നെ പുരോഹിതന്മാരുള്ളത് എവിടെയാണെന്നറിയാവോ? ന്യായപ്രമാണ കാലഘട്ടത്തിൽ ന്യായപ്രമാണ പ്രകാരം ജനത്തിന്റെ ഇടയിൽ നിന്ന് ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി ഇടയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ന്യായപ്രമാണ പ്രകാരം അഹരോന്യ കുടുംബത്തിൽപ്പെട്ടവരെ മാത്രം ദൈവം പുരോഹിതന്മാരായിട്ട് നിയമിച്ചിരുന്നു എന്ന് എബ്രായ ലേഖനം 5-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ പുരോഹിതൻ എന്ന് പറയുന്ന ശുശ്രൂഷകൻ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് സമ്പാദിച്ച ദൈവത്തിന്റെ സഭയിലെ ശുശ്രൂഷകനല്ല. അദ്ദേഹം യഹൂദ പാരമ്പര്യത്തിലുള്ള പുരോഹിതനെ പോലെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ഒരു പട്ടക്കാരനാണ് ഈ വീഡിയോ ചെയ്തയാൾ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ന്യായപ്രമാണത്തിൻ്റെ പൗരോഹിത്യ മാതൃകയല്ല ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ അപ്പോസ്തലന്മാരുടെ മാതൃകയാണ് പിന്തുടരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൽ നിന്ന് പഠിച്ച് യേശുക്രിസ്തുവിനെ അനുഗമിച്ച അപ്പോസ്തല പിതാക്കന്മാരുടെ മാതൃക പിന്തുടരുന്നു എന്ന് പറയുന്ന ഈ പുരോഹിതനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഏത് അപ്പോസ്തലനാണ് ഇതുപോലെ തൊപ്പിയും വെച്ച് കുപ്പായിട്ട് പുരോഹിതനായിട്ട് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തത്? ഏത് അപ്പോസ്തലനാണ്? കർത്താവിന്റെ അന്ന് കാലം മുതൽ ഇന്ന് വരെയുള്ള ദൈവസഭയിലെ ഓരോ പുരോഹിതനും ഇതുപോലെ പള്ളിയിൽ പോയി പുരോഹിത ശുശ്രൂഷ ചെയ്തതായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് യാതൊരു തെളിവും തരാൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ ഈ പുരോഹിതൻ പറയുന്നത്, പത്രോസ് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ പാരമ്പര്യങ്ങളിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു എന്ന് പറയുന്നത് കൊണ്ട് ആ പാരമ്പര്യമല്ല ഞങ്ങൾ പിന്തുടരുന്നത്, മറിച്ച് അപ്പോസ്തലന്മാരായ പിതാക്കന്മാരുടെ പാരമ്പര്യപ്രകാരമാണ് ഞങ്ങൾ പിന്തുടരുന്നതെന്നാണ് ഈ പുരോഹിതൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഇതാണ്, അപ്പോസ്തലന്മാരുടെ പാരമ്പര്യപ്രകാരം പുരോഹിതൻ എവിടെ നിന്നുണ്ടായി? ദൈവസഭയിൽ ശുശ്രൂഷകന്മാരായി ദൈവം നിയമിച്ചവര്. കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിലും എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിലും ദൈവം സഭയിൽ നിയമിച്ചവരുടെ പട്ടിക കിടപ്പുണ്ട്. അത് ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അവിടെ പറയുന്നത് 5 വിധ ശുശ്രൂഷകളെ കുറിച്ചാണ് പറയുന്നത്. അത് പ്രവാചകൻ, അപ്പോസ്തലൻ, ഉപദേഷ്ടാവ്, ഇടയൻ, സുവിശേഷകൻ. ഇങ്ങനെ 5 വിധ ശുശ്രൂഷകരാണ് ദൈവസഭയ്ക്കുള്ളത്. അതിനകത്ത് പുരോഹിതനില്ല. പുരോഹിതനുള്ളത് യഹൂദൻ ജാതിയിലുമാണ്, യഹൂദ മതത്തിലാണ്, യഹൂദ പ്രമാണത്തിലാണ് പുരോഹിതനുള്ളത്. അപ്പോൾ യഹൂദന്റെ പ്രമാണവും യഹൂദന്റെ ആചാരവും യഹൂദന്റെ പാരമ്പര്യവും പിന്തുടരുന്നവരാണ് പൗരസ്ത്യ സഭയിലെ ശുശ്രൂഷകന്മാരായ
പട്ടക്കാർ. എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ അപ്പോസ്തലന്മാരുടെ മാതൃകയാണ് പിന്തുടരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? പിന്നെ ഈ പട്ടക്കാരൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിൽ നിന്ന് പഠിച്ച അപ്പോസ്തലന്മാരിൽ നിന്നാണ് ഞങ്ങളുടെ സഭ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതിനെ അനുവർത്തിക്കണം എന്നാണ് ഈ പട്ടക്കാരൻ പറയുന്നത്. അത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഈ വേദപുസ്തകത്തിൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഏത് കാര്യമാണ് പൗരസ്ത്യ സഭയിലെ പുരോഹിതന്മാർ അംഗീകരിക്കുന്നത്, അനുസരിക്കുന്നത് എന്ന് ഞാൻ ഇതുവരെ ഒരെണ്ണം പോലും കണ്ടെത്തിയിട്ടില്ല. മറിച്ച് ഈ പറയുന്ന പട്ടക്കാരൻ ഉൾപ്പെടെ എല്ലാ പൗരോഹിത്യ സഭയിലെ ശുശ്രൂഷകന്മാരും അല്ലെങ്കിൽ പുരോഹിതന്മാരും യേശുക്രിസ്തുവിന്റെ യാഗത്തെ അംഗീകരിക്കുന്നില്ല, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളെ അംഗീകരിക്കുന്നില്ല, യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല, യേശുക്രിസ്തുവിന്റെ ബലിയെ അംഗീകരിക്കുന്നില്ല, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത പ്രായശ്ചിത്തം എന്താണെന്ന് അവർ അംഗീകരിക്കുന്നില്ല, ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നതെന്ന് അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടെത്തിയ കാര്യം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ നിയമം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമം തുടങ്ങുന്നത് മത്തായി സുവിശേഷത്തിലല്ല, പുതിയ നിയമം തുടങ്ങുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തികൾ മുതൽ നമ്മൾ പഠിച്ചാൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ പഠിച്ചാൽ ഒരൊറ്റ പുരോഹിതനെയും കാണാൻ പറ്റത്തില്ല. മറിച്ച് യേശുവിനെ മഹാപുരോഹിതനെന്നും പുരോഹിതനെന്നും പലവട്ടം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മഹാപുരോഹിതനായ യേശുക്രിസ്തു എന്നേക്കും ജീവിക്കുന്ന പുരോഹിതനാണെന്ന് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നു. ആ എന്നേക്കും ജീവിക്കുന്ന മഹാപുരോഹിതനായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ശുശ്രൂഷ എന്താണെന്നും ആ ശുശ്രൂഷയുടെ അനന്തരഫലമായി നമുക്ക് ലഭിച്ച നന്മ എന്താണെന്നും എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ്: ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാവങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാവങ്ങൾക്കു വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കും. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പൊ പുതിയ നിയമം പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ, ആ മഹാപുരോഹിതന്റെ ഏകയാഗത്താൽ നമുക്ക് പാപത്തിൽ നിന്ന് പ്രായശ്ചിത്തം വരികയും നാം വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട നമ്മൾ സദാകാലത്തേക്കും യേശുക്രിസ്തുവിന്റെ യാഗത്താൽ സൽഗുണപൂർത്തി വന്നിരിക്കുന്നു എന്നാണ് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ പട്ടക്കാരന്റെ വീട്ടിലിരിക്കുന്ന വേദപുസ്തകത്തിൽ ഈ വചനങ്ങളൊന്നും ഇല്ലേ? അപ്പൊ ആ പട്ടക്കാരൻ തന്നെ പറയുന്ന, ആ പട്ടക്കാരൻ എല്ലാ ഞായറാഴ്ചയും പോയി കുർബാന നടത്തുന്നുണ്ട്, ബലി നടത്തുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? യേശുക്രിസ്തു ചെയ്ത ബലി ഒരു പൂർത്തിയുള്ള ബലിയല്ല. യേശുക്രിസ്തു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, ബാക്കി കാര്യങ്ങൾ ഈ പട്ടക്കാരന്മാർ ചെയ്തെങ്കിൽ മാത്രമേ ശരിയാകത്തുള്ളൂ എന്നുള്ള ധാരണ കൊണ്ടാണ് ഈ എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ ബലി നടത്തുന്നത് അല്ലെങ്കിൽ കുർബാന നടത്തുന്നത്. അപ്പോൾ ഈ പട്ടക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെയാണ്: എന്നേക്കും ജീവിക്കുന്ന മഹാപുരോഹിതനായ യേശുക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ ആ യേശുക്രിസ്തുവിന്റെ ഏകയാഗത്താൽ സകല മനുഷ്യരും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുമ്പോൾ ആ വിശുദ്ധീകരിക്കപ്പെട്ട എല്ലാവർക്കും സദാകാലത്തേക്കും യേശുക്രിസ്തുവിന്റെ യാഗമുഖാന്തരം സൽഗുണപൂർത്തി വന്നിരിക്കുമ്പോൾ ഇനി എന്തിനാണ് ഒരു പുരോഹിതൻ? ഇനി എന്തിനാണ് ഒരു പുരോഹിത ശുശ്രൂഷ? ഇനി എന്തിനാണ് ഒരു യാഗം അല്ലെങ്കിൽ ഒരു ബലി? അതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. അപ്പൊ പൗരസ്ത്യ സഭയിലെ ശുശ്രൂഷകന്മാരെന്ന് പറയുന്ന അച്ഛന്മാര് യേശുക്രിസ്തുവിനെ മഹാപുരോഹിതനായിട്ട് അംഗീകരിക്കുന്നില്ല, യേശുക്രിസ്തുവിന്റെ ബലിയെ അംഗീകരിക്കുന്നില്ല, യേശുക്രിസ്തുവിന്റെ യാഗം കൊണ്ട് നമുക്ക് ലഭിച്ച നന്മയെ അവർ അംഗീകരിക്കുന്നില്ല. ഈ യേശുക്രിസ്തുവിനെയോ യേശുക്രിസ്തുവിന്റെ പദ്ധതിയെയോ പ്ലാനിനെയോ അവന്റെ പ്രവർത്തനത്തിന്റെ നിവൃത്തിയെയോ ഇവർ അംഗീകരിക്കാതെ ഇവർ ഇന്നും പട്ടക്കാരായിരുന്നു കൊണ്ട്, പുരോഹിതന്മാരായിരുന്നു കൊണ്ട് യാഗങ്ങൾ അർപ്പിച്ച് ബലികൾ അർപ്പിച്ച് നേർച്ച കാഴ്ചകളെല്ലാം കഴിപ്പിച്ച് ജനത്തെ
വാണിഭമാക്കി പണം പിരിക്കുന്ന ഒരു വർഗമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഏത് സഭാവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഈ തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഏതൊരു പ്രസംഗത്തെയും വിലയിരുത്തുവാനായിട്ട്. അത് പട്ടക്കാരൻ പ്രസംഗിച്ചതുകൊണ്ടോ പാസ്റ്റർ പ്രസംഗിച്ചതുകൊണ്ടോ ഞാൻ പ്രസംഗിച്ചതുകൊണ്ടോ നിങ്ങൾ അംഗീകരിക്കേണ്ട. വേദപുസ്തകം എന്താണ് പറയുന്നതെന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ യേശുക്രിസ്തു ആകുന്ന മഹാപുരോഹിതൻ എന്നേക്കും ജീവിക്കുന്നവനായിരിക്കുന്ന ആ മഹാപുരോഹിതനുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഈ പട്ടക്കാരുടെ ആവശ്യം? ഈ പട്ടക്കാർക്ക് എന്ത് ശുശ്രൂഷയാണോ ഉള്ളത്? ജനത്തെ വിശുദ്ധീകരിക്കുന്നത് യേശുവാണ്, ജനത്തെ നീതീകരിക്കുന്നത് യേശുവാണ്, ജനത്തിന് സൽഗുണപൂർത്തി വരുത്തുന്നത് യേശുവാണ്, ജനത്തിന് വേണ്ടി യാഗമായി തീർന്നത് യേശുവാണ്. യേശുക്രിസ്തു മുഖാന്തരം ഇതെല്ലാം സംഭവിച്ചെങ്കിൽ പിന്നെ ഈ പട്ടക്കാർക്ക് എന്ത് പണിയുള്ളതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ അതുകൊണ്ടാണ് ദൈവം സഭയിൽ ശുശ്രൂഷകന്മാരെ നിയമിച്ചപ്പോൾ പട്ടക്കാരെ നിയമിക്കാത്തത്. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇനി മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? കിഴക്കോട്ട് തിരിഞ്ഞ് നോക്കി നിന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവം കിഴക്കാണെന്നുള്ള ഒരു വിശ്വാസം വേണമല്ലോ. എന്നാൽ വേദോസ്തം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ദൈവം കിഴക്കാണെന്നുള്ള ഒരു സൂചന പോലുമില്ല. മറിച്ച് ദൈവം പടിഞ്ഞാറുണ്ടെന്നുള്ളതിനും ദൈവം വടക്കുണ്ടെന്നുള്ളതിനും ചില സൂചനകളുണ്ട്. അതിൻ്റെ അർത്ഥം ദൈവം വടക്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ദൈവം പടിഞ്ഞാറുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നമുക്ക് വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ദൈവം വടക്കുണ്ടെന്നുള്ളതിനൊരു സൂചന ഞാൻ നിങ്ങളോട് പറയാം. യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? അപ്പോ ഈ അരുണോദയ പുത്രനായ ശുക്രൻ പറയുന്ന കാര്യമാണ് ഈ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ അത്യുന്നതനോട് സമനാകും. അപ്പൊ ഈ അരുണോദയപുത്രനായ ശുക്രൻ എന്ന് പറയുന്ന പിശാച്, അല്ലെങ്കിൽ ആ നിഗളിച്ച ദൂതൻ, ആ ദൂതൻ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ സ്വർഗത്തിൽ കയറും, ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ എൻ്റെ സിംഹാസനം വെച്ച്, ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ എൻ്റെ സിംഹാസനം വെച്ച് ഞാൻ അത്യുന്നതനോട് സമനായിരുന്നു കൊണ്ട് ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഇരുന്നരുളും എന്നാണ് പറയുന്നത്. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ, അതായത് ഉത്തരദിക്കെന്ന് പറയുന്നത് വടക്ക് വശം, വടക്കേ ദിക്കെന്നാണ് അർത്ഥം. അപ്പൊ ഈ നെഗളിച്ച ദൂതൻ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ അത്യുന്നതനോട് സമനായിരുന്നു കൊണ്ട് ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ ഇരുന്നരുളും എന്നാണ് പറയുന്നത്. അങ്ങനെ അത്യുന്നതനോട് സമനാകും എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവം ഉത്തരദിക്കിലാണ് ഇരിക്കുന്നത് എന്നൊരു സൂചന വാക്യത്തിലുണ്ട്. അതായത് ഉത്തരദിക്കൽ എന്ന് പറഞ്ഞാൽ വടക്ക് ആണെന്നുള്ള ഒരു സൂചനയുണ്ട്. അത് 75-ാം സങ്കീർത്തനത്തിൽ നമ്മൾ അതിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഉയർച്ച വരുന്നത് കിഴക്കു നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്കു നിന്നുമല്ല ഉയർച്ച വരുന്നത്, ദൈവം ന്യായാധിപതിയാകുന്നു. അപ്പൊ ഉയർച്ച വരുന്നത് കിഴക്കു നിന്നല്ല, പടിഞ്ഞാറ് നിന്നുമല്ല, തെക്കു നിന്നുമല്ല എന്ന് പറയുമ്പോൾ ഒരു ഭാഗം മാത്രം പറഞ്ഞില്ല, വടക്ക് നിന്നല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഒരുപക്ഷെ വടക്ക് നിന്നായിരിക്കാം. അപ്പോൾ അത് വടക്ക് ദൈവമുണ്ടെന്ന് ഉള്ള ഒരു സൂചനയാണ്. ഇനി നമുക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. ഇയ്യോബ് 23-ന്റെ 8-ാം വാക്യം. 2-ാം വാക്യത്തിൽ ഇയ്യോബ് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ എവിടെ കണ്ടെത്താമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അവിടുത്തെ സിംഹാസനത്തെ സമീപിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ സങ്കടം ഞാൻ അവിടുത്തോട് പറയുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് 8-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നതാണ്: ഇതാ ഞാൻ കിഴക്കോട്ട് നടന്നു നോക്കുന്നു, പക്ഷേ ദൈവത്തെ കാണുന്നില്ല, ദൈവം അവിടെ ഇല്ല. പടിഞ്ഞാറ് ചെന്നിട്ട് അവിടെയും ദൈവത്തെ കാണുന്നില്ല. ഞാൻ വടക്കും തെക്കും അന്വേഷിക്കുന്നു, അവിടെയും ദൈവത്തെ കാണാൻ കഴിയുന്നില്ല. ഇത് ഇയ്യോബ് പറഞ്ഞ കാര്യം, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ഇയ്യോബ് പറയുന്നത് ഇങ്ങനെയാണ്:
ഇയ്യോബ് കിഴക്കോട്ട് പോയി നോക്കി, അവിടെ ദൈവത്തെ കണ്ടില്ല. പടിഞ്ഞാറോട്ട് നോക്കി, അവിടെ കണ്ടില്ല. വടക്ക് അവൻ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയാം, പക്ഷെ അവനെ കാണാനില്ല. എന്നാൽ അവൻ എൻ്റെ വഴികളെ ശോധന ചെയ്യുന്നു, എൻ്റെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമാണെന്നാണ് ഇയ്യോബ് പറയുന്നത്. അപ്പൊ സാത്താൻ പറഞ്ഞത് ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ അത്യുന്നതനോട് സമനായി ഇരുന്ന് അരുളും എന്ന് പറയുമ്പോൾ ദൈവം സ്വർഗത്തിൽ വടക്കാണ് എന്നൊരു സൂചന. സങ്കീർത്തനക്കാരൻ ഉയർച്ച വരുന്നത് കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല എന്ന് പറയുമ്പോൾ പിന്നെ വടക്കു നിന്നായിരിക്കണമല്ലോ. അതുപോലെ ഇയ്യോബ് പറയുന്നു, ഞാൻ ഇങ്ങനെ ദൈവത്തെ അന്വേഷിച്ചു, കിഴക്ക് എന്നപ്പോൾ കണ്ടില്ല, പടിഞ്ഞാറ് എന്നപ്പോൾ കണ്ടില്ല, തെക്കോട്ട് എന്നപ്പോഴും കണ്ടില്ല. വടക്ക് അവൻ പ്രവർത്തിക്കുന്നുള്ളതായിട്ട് എനിക്കറിയാം, പക്ഷെ അവനെ കാണാനില്ല. അപ്പൊ വേദപുസ്തകം പറയുന്ന സൂചനയനുസരിച്ച് ദൈവം ഒരിക്കലും കിഴക്കില്ല. ഈ യഗസ്കേൽ പറയുന്ന ഒരു വാക്യം കൂടി വായിച്ചിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. യഗസ്കേൽ എന്നാ പറയുന്നറിയോ? യഗസ്കേലിന്റെ 8-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ എന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവെ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചും കൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. ഇതാണ് യഗസ്കേലിന്റെ പുസ്തകത്തിൽ നിന്ന്. ഈ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്നവര് ദൈവത്തെ അല്ല നമസ്കരിക്കുന്നത്, സൂര്യനെയാണ് നമസ്കരിക്കുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവ് യഗസ്കേലിലൂടെ പ്രവചിച്ചിരിക്കുകയാണ്. അപ്പോ കിഴക്കോട്ട് നോക്കി അവർ സൂര്യനെ നമസ്കരിക്കുമ്പോൾ അവരുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കിഴക്കിന്റെ നേരെ എതിരാണ് ദൈവം, പടിഞ്ഞാറാണ് ദൈവം. അപ്പൊ പടിഞ്ഞാറ് ദൈവം ഇരിക്കുമ്പോൾ അവർ കിഴക്കോട്ട് നോക്കി മുതുക് ദൈവത്തെ കാണിച്ചിട്ട് മുഖം സൂര്യന്റെ നേരെ കാണിച്ചു എന്നാണ്. അവർ സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. അപ്പോ ഈ പൗരസ്ത്യ സഭക്കാരെല്ലാം കിഴക്കോട്ട് നോക്കുമ്പോൾ അവർ വാസ്തവത്തിൽ സൂര്യനെയാണ് നമസ്കരിക്കുന്നത്. ദൈവം പടിഞ്ഞാറിരിക്കുന്ന ദൈവത്തിലേക്ക് അവർ മുതുക് കാണിക്കുക. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കാം, ഇനിയിപ്പോ പൗരസ്ത്യ സഭക്കാരിങ്ങനെ ചിന്തിക്കുമായിരിക്കും, അന്ന് ദൈവം പടിഞ്ഞാറായിരുന്നിരിക്കാം, ഇപ്പോൾ ദൈവം കിഴക്കാണ് എന്നവർ പറയുവാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ സൂര്യൻ ഇപ്പോൾ പടിഞ്ഞാറാണോ? അപ്പൊ കിഴക്കേട്ട് ദൈവം മാറുകയും സൂര്യൻ പടിഞ്ഞാറോട്ട് മാറുകയും ചെയ്യുകയാണോ ചെയ്തത്? അപ്പോൾ സൂര്യൻ അന്നും കിഴക്കായിരുന്നു, സൂര്യൻ ഇന്നും കിഴക്കാണ്. അപ്പൊ നമ്മുടെ മറ്റ് ജാതികളിൽ പലരും സൂര്യ നമസ്കാരം ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ രാവിലെ സൂര്യനെ നമസ്കരിക്കുമ്പോൾ, കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യനെ നമസ്കരിക്കുമ്പോൾ സൂര്യദേവനെയാണ് നമസ്കരിക്കുന്നത്. അന്നേരം നമ്മുടെ മുതുക് ദൈവത്തിന്റെ നേരെയാണ്. അതാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ യഗസ്കേൽ എന്ന് പറയുന്ന പ്രവാചകനിലൂടെ എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ദൈവം പടിഞ്ഞാറായിരിക്കാം, ഒരുപക്ഷെ ദൈവം വടക്കായിരിക്കാം. അതിനുള്ള 2 സൂചനയുള്ള 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. അത് രണ്ടും ഞാൻ സ്ഥിരീകരിക്കുന്നില്ല. ദൈവം വടക്കാണെന്നോ ദൈവം പടിഞ്ഞാറാണെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയാം, ദൈവം സ്വർഗത്തിലാണ്. അതുകൊണ്ട് ദൈവത്തെ വിളിക്കുമ്പോൾ എങ്ങനെ വിളിക്കണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കണം. അതിന് തെക്കോട്ടും നോക്കേണ്ട കാര്യമില്ല, കിഴക്കോട്ടും നോക്കേണ്ട കാര്യമില്ല, പടിഞ്ഞാട്ടും നോക്കേണ്ട കാര്യമില്ല, വടക്കോട്ടും നോക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദൈവത്തിന്റെ സഭ ഒരു കെട്ടിടം പണിയുമ്പോൾ ഇന്ന ദിക്കിലേക്ക് തിരിച്ചു പണിയണം എന്നൊരു ചട്ടമില്ല എന്നുള്ളതാണ്. കാരണം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ മധ്യത്തിലാണ് ദൈവത്തിന്റെ വാസം. ആ സഭയിലാണ് ദൈവത്തിന്റെ നിവാസം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞ 2-3 പേര് കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. അത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണമെന്നില്ല, പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കണമെന്നില്ല, ഒരു ദിക്കിലേക്കും തിരിഞ്ഞിരിക്കണമെന്നില്ല. ദൈവത്തിന്റെ സഭയുടെ മധ്യത്തിൽ ദൈവം വരുന്നു എന്നുള്ളത് കൊണ്ട് ദിക്കിനല്ല പ്രാധാന്യം, ദൈവത്തിനാണ് പ്രാധാന്യം. യേശുക്രിസ്തുവിന്റെ മാതൃക നമുക്ക് പിന്തുടരാം, അപ്പോസ്തലന്മാരുടെ മാതൃക നമുക്ക് പിന്തുടരാം. അവരാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് മേലോട്ട് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി, മേലോട്ട് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്ത്.
അവർ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിച്ചില്ല. അപ്പം അതുകൊണ്ട് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന പൗരസ്ത്യ സഭയിലെ വിശ്വാസികളെ പോലെയുള്ള വിശ്വാസികൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവം കിഴക്കില്ല എന്ന് യോബ് പറഞ്ഞു. യോബ് പറഞ്ഞിങ്ങനെയാണ്, ഞാൻ അവനെ അന്വേഷിച്ച് കിഴക്കോട്ട് ചെന്നു, പക്ഷെ ഞാൻ അവനെ കണ്ടില്ല. അപ്പൊ കിഴക്ക് ദൈവമില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടും വേദോസ്തവം പറയുകയാണ്. പിന്നെ ഉണ്ടെന്ന് സൂചന തരുന്ന രണ്ട് കാര്യം, ഒന്ന് വടക്കും ഒന്ന് പടിഞ്ഞാറുമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം സ്വർഗത്തിലും നാം ഭൂമിയിലുമാണ്. ആ ഒരു വിചാരത്തോടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് മാത്രം പ്രാർത്ഥിക്കുക. പാരമ്പര്യം പിന്തുടരുന്നത് യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുസരിച്ചുള്ള പാരമ്പര്യമല്ല, അപ്പോസ്തലന്മാരായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അനുവർത്തിച്ചു വന്നതും യേശുക്രിസ്തുവിൽ നിന്ന് പഠിച്ചതുമായ അവരുടെ പ്രബോധനങ്ങൾ എഴുതി തന്നിരിക്കുന്നതായ ലേഖനങ്ങളിൽ അധിഷ്ഠിതമായ പ്രമാണത്തിനനുസരിച്ച് ജീവിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, വേദപുസ്തകത്തിന് വിരുദ്ധമായി നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും നമ്മൾ ചെവി കൊടുക്കാതെ, അതെല്ലാ കാര്യങ്ങൾ അതാര് പറഞ്ഞതാണെങ്കിലും ഏത് പുരോഹിതൻ പറഞ്ഞതാണെങ്കിലും അതിനെ അനുകരിക്കാതെ വേദപുസ്തകത്തിന്റെ സത്യം എന്തെന്ന് കണ്ടെത്തി സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം എന്നുള്ള ആ വചനപ്രകാരം നമുക്ക് ദൈവത്തെ നമസ്കരിക്കുവാനായിട്ട് പരിശ്രമിക്കാം, ഉത്സാഹിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.